കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തലേ ദിവസം കല്യാണ വീട്ടിലായിരുന്നു നിന്നത്. ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റാനുള്ളത് എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സമയമില്ലാത്ത സമയത്ത് വീട്ടിൽ പോയി മാറ്റി പിടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം ഇനി കല്യാണ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ വീട്ടിൽ പോയി മാറ്റി ഞങ്ങൾ തിരിച്ച് കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേക്കപ്പ് ഒന്നും കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡ് വളരെയധികം നല്ലതായതുകൊണ്ട് മുഖത്ത് മിനുക്ക് പണികൾ നടത്താനൊന്നും ഞാൻ നിന്നില്ല. ഐലൈനർ വരയ്ക്കാൻ ഞാൻ മാക്സിമം നോക്കി. ഇനി അതുകൊണ്ട് വല്ല വരയെങ്ങാൻ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് മൊത്തം കളയേണ്ടി വരും. അങ്ങനത്തെ റിസ്കിലേക്കൊന്നും ഞാൻ നിന്നില്ല. കല്യാണ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അഞ്ജുന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിച്ചേച്ചിയാണ്. അവരുടെ ബ്യൂട്ടി പാർലർ വന്നിട്ട് ചൊക്ലിയിലാണ് ഗ്ലാൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ. നല്ല അടിപൊളി മേക്കപ്പ് ആണ്. അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എത്തുമ്പോഴത്തേക്ക് അഞ്ജുന്റെ എൻട്രീന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ചിരാത് കഴുകുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവന്റുകാർ കൊണ്ടുവന്ന ചിരാതും അതുപോലെ പ്ലേറ്റും ഒക്കെ. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അതും കൊണ്ട് ഇറങ്ങിയാൽ മതി. എൻട്രി വീഡിയോ എടുക്കാൻ ഞാൻ നിതിൻ ജൂസിനെ വിളിക്കാൻ നോക്കിയെങ്കിലും ടൈം കിട്ടിയില്ല. മാമി എടുത്തു വെച്ചൊരു വീഡിയോ ക്ലിപ്സ് ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ബാക്കി താൻ നിതിൻ ജൂസ് എടുത്തിട്ടുണ്ട്. ഫൈനലി കല്യാണ ചക്കൻ എത്തിയിട്ടുണ്ട്. കല്യാണ പെണ്ണിന്റെ ഏട്ടൻ അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഈ വെൽക്കം ചെയ്യുന്ന അക്ഷയന്റെ കല്യാണമാണ് തൊട്ടടുത്ത ദിവസം. തലേന്നും പിറ്റേന്നുമായിട്ട് ഏട്ടന്റെ അനിയത്തിന്റെ ഏട്ടന്റെ കല്യാണമാണ്. ഈ കുഞ്ഞി പിള്ളേരൊക്കെ ഇങ്ങനെ വെള്ളം തളിക്കുന്നതും പൂവെറിയുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. ഇതിനൊക്കെ എത്ര അടി കൂടിയിട്ടുണ്ട് എന്നറിയോ. പനിനീർ വെള്ളം കുടയുന്ന സംഭവം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കച്ചറ ഉണ്ടാക്കുമായിരുന്നു. മാല ഇടുന്ന സമയത്ത് എറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പൂവ് കൊടുത്തോണ്ടിരിക്കുകയാണ് സൗരവ്. പക്ഷേ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സിൽവി അല്ലാണ്ട് ഒരൊറ്റയാളും ഈ പൂവെറിയുന്നത് ഞാൻ കണ്ടില്ല. നിതിൻ ചൂസ് ഫ്രം നീലക്കുയിൽ മീഡിയ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവനെ കല്യാണം പെണ്ണിൻ്റെ ചെക്കൻ്റെ വീഡിയോ എടുത്താൽ പോരെ. അങ്ങനെ അഞ്ജുവിൻ്റെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കല്യാണ വിശേഷങ്ങൾ ഏറെയുണ്ട്. കോമഡി പാർട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഞാൻ നേരത്തെ പറഞ്ഞ പൂവാണ് ഇപ്പം ഞാനും സിൽവി എറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശരി.